യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. യുക്രൈന്റെ ഭാഗത്തു നിന്നാണോ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായതെന്ന സംശയം പ്രകടിപ്പിച്ച് ചില വൃത്തങ്ങളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഒഹായോയിലെ വൈസ് പ്രസിഡന്റ് വസതിക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടന്നത്. അതേപോലെ തന്നെ സംഭവം വൻ സുരക്ഷാ വീഴ്ചയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം നടക്കുന്ന സമയമാകട്ടെ ജെ.ഡി. വാൻസും കുടുംബവും അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആക്രമണം നടത്തിയ ഒരു വ്യക്തിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ജെ.ഡി. വാൻസിന്റെ ഭാര്യയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വംശീയ ആക്രമണം നടത്തുകയും അതിൽ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ ഈ ഒരു ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെയാണ് തകർന്നിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് എന്നും US അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വാൻസിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അതിനു നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമണമാണോ ഈ സംഭവമെന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. ആക്രമണം നടക്കുമ്പോൾ അദ്ദേഹവും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ആക്രമണത്തിൽ തകർന്ന ജനൽപാളികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. അതേസമയം കസ്റ്റഡിയിലെടുത്ത് ആളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായി വാൻസിന്റെ വസതിക്ക് ചുറ്റുമുള്ള റോഡുകൾ വലിയ രീതിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. രാത്രിയിലാണ് വീട്ടിൽ ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് വെടിയൊച്ച കേട്ടതായി തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സംഭവത്തിൽ ജെ.ഡി. വാൻസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം ജെ.ഡി. വാൻസിന്റെ ഭാര്യയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വംശീയവും യഹൂദ വിരുദ്ധവുമായുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം അറിയിച്ചത്. ഉഷ വാൻസിന് നേരെയുള്ള തീവ്ര വലതുപക്ഷ നിരൂപകരായ നിക് എന്ന വ്യക്തിയുമായി തന്നെ വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. അതിന് പിന്നാലെയാണ് ജെ.ഡി. വാൻസ് ശക്തമായി ഇതിനോട് പ്രതികരിച്ച് രംഗത്ത് വന്നത്. തന്റെ കുടുംബത്തിനെതിരായ വംശീയ ആക്രമണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ബന്ധം പരിഗണിക്കുന്നില്ല എന്നും ഞാൻ വ്യക്തമായി തന്നെ പറയട്ടെ, എൻ്റെ ഭാര്യയെ ആശ്രയിക്കുന്ന ആർക്കും അവരുടെ പേര് മാറ്റുവാനോ അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നതും അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഒരു നയം അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വെളുത്തതിന്റെ പേരിലോ കറുത്തുപോയതുകൊണ്ടോ ജൂതന്മാരായതുകൊണ്ടോ നിങ്ങൾ ഒരാളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ വെറുപ്പുളവാക്കുന്ന കാര്യമാണ് എന്ന് കരുതുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ പൊതുജീവിതത്തിൽ ജൂതവിരുദ്ധർക്കും വംശീയ വിദ്വേഷത്തിനും സ്ഥാനമില്ല എന്നും അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ജെ.ഡി. വാൻസിന്റെ ഭാര്യയായ ഉഷ വാൻസിന്റെ മാതാപിതാക്കൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്. US-ൽ ജനിച്ചു വളർന്ന ഉഷ വാൻസിനെ ലക്ഷ്യമിട്ടുള്ള വംശീയ പരാമർശങ്ങൾ നിക് ഫ്യൂൻസ് ആകട്ടെ പലതവണ നടത്തിയിട്ടുണ്ട്. തന്റെ വംശീയതയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചതിന് ജെ.ഡി. വാൻസിനെയും അദ്ദേഹം വിമർശിക്കുകയാണ് ഉണ്ടായത്. ഇക്കാരണത്താൽ വംശദ്രോഹി എന്നും ജെ.ഡി. വാൻസിനെ നിക് വിളിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇഷ വാൻസിനെതിരെയും കടുത്ത വംശീയ ഭാഷാ പ്രയോഗങ്ങളാണ് നടത്തിയത്. ഇതിനെല്ലാം എതിരെയാണ് ഇപ്പോൾ ജെ.ഡി. വാൻസ് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലെങ്കിൽ നയം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ ഇത്തരത്തിൽ നയം വ്യക്തമാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വീണ്ടും ജെ.ഡി. വാൻസിന്റെ വസതിക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അത്തരമൊരു ആക്രമണം ഉണ്ടായതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെ ഇതുവരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.